നമസ്കാരം, സുൽത്താജ് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഹീർ കരിക്കോട്. ഇന്ന് ജൂൺ 24 ബുധനാഴ്ച. പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും വാർത്തകൾക്കിടയിലും മനസ്സിനെ ഉലയ്ക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഒപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന പ്രധാന വാർത്തകളിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. രാജ്യം നടുങ്ങിയ ക്രൂരതകൾ മുതൽ കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളും അന്വേഷണങ്ങളും വരെ നീളുന്ന ഇന്നത്തെ പ്രധാന വാർത്താ വിശകലനത്തിലേക്ക്. ഡൽഹിയിൽ ബാലികയെ പീഡിപ്പിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് പാതയോരത്ത് താമസിച്ചുവന്ന കുടുംബത്തിലെ 11-കാരി. മൃതദേഹം കണ്ടെത്തിയത് വനപ്രദേശത്ത് നിന്ന്. ടാക്സി ഡ്രൈവർ പോലീസ് പിടി. പാലക്കാട് 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ലീഗ് നേതാവ് പിടിയിൽ. വസ്ത്രം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡന ശ്രമം. സംഭവം പുറത്തറിഞ്ഞത് കുട്ടി ബഹളമുണ്ടാക്കി പുറത്തേക്ക് ഓടിയതോടെ പിടിയിലായത് ലീഗ് പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീൻ. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹ കല്ലറ ഉടൻ തുറക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന സംശയം. കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് നിറച്ചു വന്ന ടിപ്പർ ലോറി ആൾക്കൂട്ടത്തിലേക്ക് മറിഞ്ഞ് 3 മരണം. മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥി. അപകടത്തിൽപ്പെട്ടത് ബസ് കാത്തുനിന്നവർ. 4 കുട്ടികൾക്ക് പരിക്ക്. ബൈക്കിലിടിച്ച് ടിപ്പർ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അപകടം വരുത്തിവെച്ചത് തേഞ്ഞ ടയറുമായി ഇടുങ്ങിയ റോഡിലൂടെ പാഞ്ഞ ടിപ്പർ. ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസുമില്ല. അമിത വേഗമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സ്കൂൾ സമയത്ത് ടിപ്പറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പിണറായി വിജയന്റെ നവകേരള സദസ് യാത്രയ്ക്കിടെ ഗൺമാൻമാരുടെ അക്രമം അന്വേഷിച്ചതിൽ അട്ടിമറി സ്ഥിരീകരിച്ച SIT. ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി. ശരിവെച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി. അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറി. മദ്യനയത്തിലെ പുതിയ നികുതി നിർദ്ദേശം അഴിമതിയെന്ന് പ്രതിപക്ഷം. നീക്കം ബക്കാടി കമ്പനിക്ക് വേണ്ടിയെന്ന് ആരോപണം. ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. വീണ്ടും എതിർപ്പറിയിച്ച് VM സുധീരൻ. പൂർണ്ണ മദ്യനിരോധനമാണ് നിലപാടെന്ന് സമസ്ത. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി. UP സർക്കാർ വിശദീകരിക്കണം. പ്രാഥമിക റിപ്പോർട്ട് UP സർക്കാർ കൈമാറി. അയോധ്യ ട്രസ്റ്റ് സെക്രട്ടറിയെ മാറ്റിയേക്കും. വാർത്ത 1. ദാരുണം. ഡൽഹിയിൽ ബാലികയെ പീഡിപ്പിച്ചു കൊന്നു. ആദ്യം നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തു നിന്നുള്ള തികച്ചും ദാരുണവും ലജ്ജാകരവുമായ ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ വീണ്ടും ഒരു പിഞ്ചു ബാലിക ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിരിക്കുന്നു. സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം അപകടത്തിലാണ് എന്നതിന്റെ ഭീതിതമായ തെളിവാണ് ഈ സംഭവം. നിയമങ്ങളും ശിക്ഷകളും കർശനമാക്കുമ്പോഴും കാമഭ്രാന്തന്മാരുടെ ഇരകളായി മാറുന്ന കുരുന്നുകളുടെ എണ്ണം കൂടുന്നത് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുകയാണ്. ഈ ദാരുണ സംഭവത്തിൽ പ്രതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ വൻ പ്രതിഷേധമാണ് ആളിപ്പടരുന്നത്. വാർത്ത 2. മകളെന്നത് മറന്ന് പാലക്കാട് 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ലീഗ് നേതാവ് പിടിയിൽ. ഡൽഹിയിലെ വാർത്ത തന്ന ഞെട്ടൽ മാറുന്നതിനു മുൻപാണ് സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു നാണക്കേടിന്റെ വാർത്ത വരുന്നത്. പാലക്കാട് 8 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനോടാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തി ഈ ക്രൂരതയ്ക്ക് മുതിർന്നത് എന്നത് ലജ്ജാകരമാണ്. പൊതുപ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് എന്ന വിശ്വാസത്തിനാണ് ഇവിടെ കോട്ടം തട്ടിയിരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഇത്തരം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങൾ തയ്യാറാകണം. വാർത്ത 3. ഉള്ളിലാരാണെന്ന് ഉടനറിയാം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹ കല്ലറ ഉടൻ തുറക്കും. അടുത്തതായി വടക്കൻ കേരളത്തിൽ നിന്നുള്ള വളരെ നിർണായകമായ ഒരു അന്വേഷണ വാർത്തയാണ്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹത നിറഞ്ഞ ആ കല്ലറ ഉടൻ തുറക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു. വർഷങ്ങളായി നാട്ടുകാർക്കിടയിലും വിശ്വാസികൾക്കിടയിലും വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കിയ ഒന്നാണ് ഈ കല്ലറ. ഇതിനുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത് ആരാണ്?
വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഏതെങ്കിലും അടിയൊഴുക്കുകളുടെയോ കുറ്റകൃത്യങ്ങളുടെയോ തെളിവുകളാണോ ഇതിനുള്ളിലുള്ളത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കല്ലറ തുറക്കുന്നതോടെ കാലം മൂടിവെച്ച പല രഹസ്യങ്ങളും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും അന്വേഷണ സംഘവും. വാർത്ത 4-5 പാഞ്ഞുവന്ന് ജീവനെടുത്തു ആൻഡ് ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല. കൊട്ടാരക്കര നീലേശ്വരം ടിപ്പർ അപകടം. കേരളത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തിയൊരു ദുരന്തവാർത്തയാണ് അടുത്തത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞുകയറി 3 പേരുടെ ജീവനാണ് ഇന്നലെ അപഹരിച്ചത്. വഴിയാത്രക്കാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ള നിരപരാധികളാണ് ആ അശ്രദ്ധമായ പാച്ചിലിൽ ഇല്ലാതായത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി ഓടിച്ച ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും കണ്ടെത്തൽ. ലൈസൻസ് പോലുമില്ലാത്ത ആളുകളെ ഇത്തരം ഭാരമേറിയ വാഹനങ്ങൾ ഏൽപ്പിക്കുന്ന ഉടമസ്ഥരും ഇതിന് ഉത്തരവാദികളാണ്. റോഡിലെ ഈ കൊലവിളിക്കെതിരെ കർശന നടപടിയുണ്ടാകണം. വാർത്ത 6 അജിത്തിന്റെ അട്ടിമറി. നവകേരള സദസ്സിനിടെയുണ്ടായ ഗൺമാന്മാരുടെ ആക്രമണത്തിൽ അട്ടിമറി സ്ഥിരീകരിച്ച് CIT. കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുണ്ടാക്കിയ നവകേരള സദസ്സിലെ നാടകീയ സംഭവങ്ങളിലേക്ക് വീണ്ടും അന്വേഷണം നീളുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അട്ടിമറി സാധ്യത സ്ഥിരീകരിച്ചിരിക്കുകയാണ് CIT of MVD പോലീസ് അന്വേഷണ റിപ്പോർട്ട്. ഗൺമാന്മാരുടെ നടപടിയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥനായ അജിത്തിന്റെ ഇടപെടലുകളുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനും ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന ആരോപണം സർക്കാരിനെയും പോലീസിനെയും വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാക്കും. വാർത്ത 7 വീര്യം കുറയാത്ത വിവാദം. മദ്യനയത്തിലെ പുതിയ നികുതി നിർദ്ദേശം അഴിമതിയെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോഴും പുകയുകയാണ്. മദ്യനയത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ നികുതി നിർദ്ദേശങ്ങൾ വൻ അഴിമതി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വൻകിട മദ്യ മുതലാളിമാരെ സഹായിക്കാനും അവർക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകാനുമാണ് ഈ നികുതി പരിഷ്കാരമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആക്ഷേപം. എന്നാൽ റവന്യൂ വരുമാനം കൂട്ടാനുള്ള സാധാരണ നടപടി മാത്രമാണിതെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. എന്തായാലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ മദ്യനയ വിവാദം വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. വാർത്ത 8 മോദി റിപ്പോർട്ട് തേടി. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി. അവസാനമായി ദേശീയ തലത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലും സമീപകാലത്തുണ്ടായ ചില ക്രമക്കേടുകളിലും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സമുച്ചയത്തിൽ ചോർച്ചയോ മറ്റ് നിർമ്മാണ പിഴവുകളോ ഉണ്ടായെന്ന വാർത്തകൾ വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാനും യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട അധികാരികൾക്ക് പ്രധാനമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് ഈ സമയത്തെ പ്രധാന വാർത്താ വിശകലനങ്ങൾ. കൂടുതൽ വാർത്തകളും വിനോദവിശേഷങ്ങളുമായി സുൽത്താജ് എന്റർടൈൻമെന്റ് ന്യൂസിലൂടെ വീണ്ടും കാണാം.